ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അക്വേറിയം റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളിലേക്കുള്ള അക്വേറിയം അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അന്നേരം നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയം, പൊട്ടിപ്പോയ അക്വേറിയം. ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ഇത്രയും ഭാഗം ഇങ്ങനെ താഴെ വരെ പൊട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. ഇത് ഇവിടെ ഒരു വെളിയിലൊരു പീസ് വെച്ച് ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇപ്പം നമുക്ക് അകത്ത് വശം നമുക്ക് ഒട്ടിച്ച് ഒരു പീസ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ വെളിയിൽ വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. അന്നേരം ഈ ഒരു കണക്കിന് ഇത്രയും വീതിക്ക് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് വെച്ചാണ് ഇവിടെ ഒട്ടിക്കാൻ പോണത്. അതിപ്പം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ലെവലാക്കി എടുക്കണം. ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ പായൽ പോലെയെല്ലാം കയറിയിരിക്കും. ചിലപ്പം നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം, കൈ മുറിയാതെ നോക്കണം. പിന്നെ അതൊരു കുട്ടികളാരും ചെയ്യാൻ ശ്രമിക്കരുത്, അത് ഡേഞ്ചറാണ്, കൈ മുറിയാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇങ്ങനെ എഡ്ജ് പോലെയുണ്ട്. എന്നിട്ട് ഇപ്പം നമുക്കൊരു തടിപ്പുണ്ട്, ഈ പൊട്ടിയ ഭാഗത്തൊരു തടിപ്പുണ്ട്, ഇവിടെ തടിപ്പുണ്ട്. അത് നമുക്ക് ലെവലാക്കി വെച്ച് വേണം പശ തേച്ച് വെക്കാൻ. എന്നിട്ട് നമ്മൾ അതിനെടുത്തിരിക്കുന്ന പീസ് കൊണ്ട് ഈ ഒരു പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. അത് ഈ ലെവലോട്ട് ഒന്ന് കറക്റ്റ് സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ ലീക്കൊക്കെ മാറുന്നതാണ്. നമുക്കതൊന്ന് ഒട്ടിക്കാം. നമുക്കത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കണാണ്. സിലിക്കൺ എന്ന് പറയുന്ന പശയാണ്. ഗ്ലാസ് ഒട്ടിക്കുന്ന തന്നെ നമ്മൾ അക്വേറിയൊക്കെ ഒട്ടിച്ചെടുക്കുന്ന പശ തന്നെയാണിത്. അന്നേരം ഇപ്പം അത് ഞാനിപ്പോൾ അതിൻ്റെ അറ്റത്തെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്, പൈപ്പ് പോലത്തെ. അത് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമ്മളിത് ഇത്തോട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ മുറിയാത്തൊക്കെ നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു അക്വേറിയം പുതിയത് പണിയുന്നത് തന്നെ 600-700 രൂപ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ നമുക്കിത് അത്ര മുടക്കാനൊരു കാര്യമില്ല. അപ്പോൾ എനിക്കിവിടെ ഒരു ചെറിയ കുറച്ച് പഴയ ഗ്ലാസ് കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയാണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് എൻ്റെ അവിടെ ഇരിക്കുന്ന അക്വേറിയങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മീനുകളുണ്ട്. അപ്പം അതിനകത്തെല്ലാം മീനുകളുണ്ട്. ഗപ്പിയാണ് കിടക്കുന്നതെല്ലാം. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഈ ഗ്ലാസ് ഒട്ടിക്കേണ്ട അതിന് മുകളിൽ ഒട്ടിക്കേണ്ട ഗ്ലാസ്സാണിത്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കണം. നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കണം. വെള്ളമൊന്നും ഒരു ചെളിയോ ഒന്നും പാടില്ല ഇതിലോട്ട് നമുക്ക് അതുപോലെ ഇങ്ങനെ പശ വെച്ച് വെക്കാം. ഇപ്പോൾ കൈ കൊണ്ട് തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇച്ചിരി എളുപ്പം കിട്ടാൻ വേണ്ടിയാണ്. എളുപ്പത്തിൽ മറ്റേത് പൈപ്പ് വഴി ചെയ്യുമ്പോൾ അത് അവിടെ എല്ലാം വലിച്ച് തേച്ച് ടൈം എടുക്കുക. അത് മാത്രമല്ല നല്ല തിക്നെസ്സിലാവുകയും ചെയ്യും. അധികം തിക്നെസ് വേണ്ട. രണ്ട് സൈഡിലും കോരത്തിൻ്റെ പൊട്ടിയ വശത്തും ഇതേലും കൂടെ കുറച്ച് പശ തേക്കുമ്പോൾ അത്യാവശ്യം തിക്നെസ്സിൽ പശ കിടക്കും. ഇതുപോലെ ഇങ്ങനെ കട്ടിങ് പോലെ കിടക്കരുത്, ഒരേ ലെവലിൽ ഇങ്ങനെ തേച്ച് വിടണം. ഇനി നമുക്ക് ഇതിലോട്ട് ഒട്ടിക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ കുടിച്ച് വയ്ക്കണം. ഇവിടെ നല്ല ലെവലാക്കിയിട്ടുണ്ട്, അതിന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം പശ ഈ സൈഡിൽ ഈ എഡ്ജിലൊക്കെ ഇങ്ങനെ തേച്ച് വിട്ടേക്കണം. കാരണം ചെങ്ങാനും ലീക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാം പശ തേച്ച് വെക്കണം. ഈ വെച്ചിരിക്കുന്ന പീസിൻ്റെ സൈഡിലൂടെ പശ കൊണ്ട് തേച്ച് വിടാം. അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ടൊന്ന് ക്ലിയർ ആയിക്കണം, പിന്നെ ലീക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ പശ തേക്കുമ്പം ശ്രദ്ധിക്കുക, ഈ എഡ്ജിൽ കൊണ്ട് കൈ മുറിയാതെ നോക്കണം. എന്നിട്ട് അപ്പം ഞാൻ ഇതിൻ്റെ എഡ്ജിലെല്ലാം ഒന്ന് മിനുസം വരുത്തിയിട്ടുണ്ട്, ഉരുട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം ഒട്ടിച്ചിട്ട് ഇനിയിപ്പോൾ അകത്ത് വശം ചെറുതായിട്ട് പൊട്ടിയ വശത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് പശ തേച്ച് വിടാം. അപ്പോൾ അകത്തൊന്നും പുറത്തൊന്നും പശ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് ലീക്ക് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇപ്പം നല്ല വെള്ളത്തിൽ ഇരിക്കുകയും ചെയ്യും.
അപ്പോൾ നമ്മളിതിൻ്റെ അകത്തുവശത്ത് ആ പൊട്ടിയ വശത്തും ചെറിയതായിട്ടൊന്ന് പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ അതിനെല്ലാം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നോക്കണം ലീക്കിങ് ഉണ്ടോ ഇല്ലെന്നുള്ളത്. അതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉണങ്ങത്തുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മീൻ ഇടണമെന്നുണ്ടെങ്കിൽ 2-3 തവണ കഴുകിയിട്ട് വേണം നമുക്ക് അതിനകത്തിട്ട് മീനായിട്ട് വളർത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ വിഷാംശം കാരണം, ഈ പശയുടെ വിഷാംശം കാരണം ചിലപ്പോൾ മീനുകൾ ചത്തു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെയൂടെ നോക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തുവശത്ത് ആ പൊട്ടിയ വശത്തും ചെറിയതായിട്ടൊന്ന് പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ അതിനെല്ലാം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നോക്കണം ലീക്കിംഗ് ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒട്ടിച്ച ഭാഗത്തൊക്കെ ലീക്ക് ഉണ്ടോ ഇല്ലെന്നൊന്ന് നോക്കാം. പിന്നെ മേളുവശത്ത് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, വെള്ളം ലീക്ക് ചെയ്യുന്നൊന്നുമില്ല. അതുപോലെ നല്ലോണം സെറ്റായി ഒട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ലീക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ള പരിപാടി. ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ടിൻ്റെ അക്വേറിയം നമുക്ക് ചെറിയൊരു പീസിൽ നമുക്ക് ശരിയാക്കിയെടുക്കാം. പിന്നെ ഒന്നുകൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.